نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. മണിക്കൂറുകളായി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഒരേ സമയത്ത് വിശ്വാസി ലക്ഷങ്ങൾ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഖുർആനോദി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഹദ്ദാദ് ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി നിന്റെ മഹത്വങ്ങളെ പ്രകീർത്തിച്ച് നിന്നെ വിളിച്ച് നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണല്ലോ അല്ലാഹ്. എല്ലാ മുത്തുമൂമിനീങ്ങളെയും മുത്തുമൂമിനാത്തുകളെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഓരോരുത്തരെയും നിനക്കറിയാം, അവരുടെ പേര്, അവരുടെ നാട്, അവരുടെ മാതാപിതാക്കൾ, അവരുടെ വീട്, അവരുടെ ഖൽബ്, അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങള് എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ മാലിക്കുൽ മുലൂക്കായ യജമാനനായ റബ്ബേ, എല്ലാവരും നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണ്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് നീ തന്നെയാണ് ഖുർആനിൽ ഞങ്ങൾക്ക് വാക്ക് തന്നത്. ആ റബ്ബായ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. നിന്റെ നാമങ്ങൾ ഉച്ചരിച്ച, നിന്നെ വിളിച്ച ഒരാളെയും അല്ലാഹുവേ നീ വെറുതെയാക്കല്ലേ റബ്ബേ. നിന്റെ ഖുർആൻ ഓതിയ നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ, അവരുടെ പ്രകീർത്തനങ്ങൾ ചൊല്ലിയ ഒരാളെയും അല്ലാഹുവേ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ, നീ വെറുതെയാക്കല്ലേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ റഹ്മാനെ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ, ഞങ്ങളെ നീ ഐബാക്കല്ലേ അല്ലാ. എല്ലാ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും, എല്ലാ ചതിയന്മാരുടെ ചതികളിൽ നിന്നും, എല്ലാ വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്നും, എല്ലാ സാഹിരീങ്ങളുടെ സിഹിറിൽ നിന്നും, എല്ലാ ആയിനീങ്ങളുടെ ആയിനിൽ നിന്നും, എല്ലാ മുഫ്തിനീങ്ങളുടെ ഫിത്നയിൽ നിന്നും, എല്ലാ ലാലിമീങ്ങളുടെ ദുൽമിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് തന്ന ഇസ്സത്തും അന്തസ്സും അഭിമാനവും ഒരു സമയം പോലും നഷ്ടപ്പെടുന്ന ഒരു ഘട്ടവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങള് കാരണം ഞങ്ങളെ മക്കളോ, ഞങ്ങളെ മക്കള് കാരണം ഞങ്ങളോ വേറൊരാളുടെ മുമ്പിൽ നാണം കെട്ട് തലതാഴ്ത്തി പോകേണ്ടി വരുന്നൊരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഈമാനിന് നീ വർദ്ധനവ് തരണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടത്തോട് എന്തെന്നില്ലാത്ത ഇഷ്കും മഹബത്തും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അവിടുത്തെ 1500-ാം ജന്മദിനാഘോഷ പരിപാടികൾ കടന്നു വരുമ്പോ നല്ല നിലക്ക് അതിലെല്ലാം പങ്കെടുത്ത് 30 ദിവസവും അവിടുത്തെ മദ്ഹ് ചൊല്ലാനും ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും അല്ലാഹുവേ ഞങ്ങളെ നാവുകൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. നീ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. എന്തായാലും ഒരു യാത്ര ദുനിയാവിൽ നിന്ന് നിർബന്ധമാണല്ലോ. നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ എല്ലാവരും ഒരു ദിവസം നിന്നിലേക്ക് വരണമല്ലോ. എപ്പോഴാണ് എവിടെ വെച്ചാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ.
ഞങ്ങളെ മജ്ലിസുകളെല്ലാം നീ ഖബൂല് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സുകളൊന്നും അവസാനത്തെ സദസ്സാക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാൻ ഖൽബ് ലംഘി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ കാണാൻ അഴകുള്ള ചന്തമുള്ള ഇമ്പമുള്ള പൊന്നാര പൂമുഖം കണ്ട്, പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മലക്കുകൾ ഞങ്ങളുടെ സമീപത്ത് വന്ന് അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗത്തിലാണെന്ന് സ്വർഗത്തിലാണെന്ന് ഞങ്ങളുടെ സമീപത്ത് വന്ന് വിളിച്ചു പറയുന്നത് ആനന്ദത്തോടുകൂടെ കേട്ട് നല്ല റാഹത്തോടെ ഖൽബ് ലംഘി അല്ലാഹുവേ, മുത്തഖീങ്ങളായി മരിക്കുന്ന നല്ലവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ അല്ലാഹ്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ ഐബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ ഒരു രോഗവും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. വാടക വീടുകളിൽ കഴിയുന്നവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. നിശ്ചയിച്ച കല്യാണങ്ങളെല്ലാം ഭംഗിയോടെ നീ നടത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ അബൂബക്കർക്കാക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. കച്ചവടത്തിലും ബിസിനസ്സിലും ഏർപ്പാടുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കിട്ടാനുള്ളതെല്ലാം കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യക്കും എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ വരുന്ന വർഷം തന്നെ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭാര്യന്റെ കയ്യിന്റെ അസുഖങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കാമിലായ ആജിലായ ശിഫാ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നീ ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ, അല്ലാഹുവേ, അബൂബക്കർ ഖാന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ, ജ്യേഷ്ഠൻ ഇബ്രാഹിം മുസ്ലിയാരുടെ ഖബർ, കാരണവർ പി.കെ. അഹമ്മദ് എന്നവരുടെ ഖബർ, പെങ്ങളുടെ മകളെ ഇർഫാന എന്ന് പറയുന്ന സഹോദരി ളാപ്പ എന്നവരുടെ എല്ലാവരുടെയും ഖബറുകളിലേക്ക് ഇതിന്റെ മുന്തിയ മിസ്ലു സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാർ, ഉമ്മമാർ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, വേണ്ടപ്പെട്ടവർ ഇവിടെ ഒരുമിച്ച് കൂടി ആരെല്ലാം മരണപ്പെട്ട് ഖബറിലുണ്ടോ അവരുടെ ഖബറുകളിലേക്കും ഇതിന്റെ മുന്തിയ മിസ്ലു സവാബ് നീ എത്തിച്ചു കൊടുത്ത് അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും അവരുടെ ഖബറുകളിലേക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാഹ്. സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ബാംഗ്ലൂരിൽ ആരെല്ലാം പ്രവർത്തിച്ചോ അധ്വാനിച്ചോ ഓടി നടന്നോ, അങ്ങനെ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറിലുണ്ടോ, അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജലാലുദ്ദീൻ ഉസ്താദ് അടക്കം, അല്ലാഹുവേ, ഉസ്താദിന്റെ ആണ്ടിന്റെ സമയമാണ്. അവരുടെ ഖബറുകളിലേക്കും ഇതിന്റെ മുന്തിയ മിസ്ലു സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ഷുക്കൂർ ഹാജിയുടെ ഖബറിലേക്കും, അങ്ങനെ ഈ ബാംഗ്ലൂരിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ചതാണല്ലോ ഞങ്ങളെ ഏറ്റവും വലിയ ബന്ധം. അല്ലാഹുവേ, അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതിനെ സ്നേഹിച്ച്
ഈ ദീനിന് വേണ്ടി ഓടി നടന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, നീണ്ട പട്ടികയാണ്. എല്ലാവരുടെ ഖബറിലേക്കും ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനുമാണ്. ഇവിടെ ഇരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും നാളെയുള്ള ഒരു ആശ, അല്ലെങ്കിൽ നാളെയുള്ളൊരു വിശ്വാസം, ഞാൻ മരിച്ചാൽ എനിക്ക് ദുആ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടല്ലോ എന്നതാണല്ലോ. അല്ലാഹുവേ, എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ബഷീർ എന്ന് പറയുന്ന സഹോദരൻ സുഖമില്ലാതെ നാവ് ഓപ്പറേഷനായി കിടക്കുകയാണ്. അല്ലാഹുവേ, നീ കാമിലായ ആജിലായ ശിഫാ നീ കൊടുക്കണേ അല്ലാ. ഷിഫായിനെ നീ കൊടുക്കണേ റഹ്മാനെ. ഉമ്മാമയുടെ അനിയത്തി ആമിന ക്യാൻസറാണ്. അല്ലാ, നീ ശിഫയാക്കണേ റബ്ബേ, നീ ശിഫയാക്കണേ അല്ലാ. اللهم إنا نسألك بحق الفاتحة